ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ദമ്പതികളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സദ്വാർത്തയുമായിട്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാനുഭവം ഇന്ന് പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 10 വർഷത്തോളം കുഞ്ഞുണ്ടാവാൻ പാടില്ലാത്ത ഒരു മെഡിക്കൽ കണ്ടീഷനിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ തന്നെ ഒരു പേഷ്യന്റിന്റെ പേരൻസ് ആ കുഞ്ഞുണ്ടായ ടെസ്റ്റിമണി ഞാനുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ആദ്യത്തെ കുഞ്ഞുണ്ടായി മരിച്ചു പോകുന്നു, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ തിരുവചനം എടുത്ത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. അതിൽ അവർ പ്രാർത്ഥിച്ച ഭാഗങ്ങൾ ഇതെല്ലാമായിരുന്നു. 1 സാമുവേൽ 1:27. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതോടൊപ്പം തന്നെ 1 സാമുവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഹന്നായുടെ കീർത്തനം. അങ്ങനെ അവർ എന്നും ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. അവർ അവന് സാമുവേൽ എന്ന് പേരിട്ടു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ അന്ന് ഭവനത്തിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ പേഴ്സണൽ ബൈബിൾ എടുത്ത് വായിച്ചു. പലതവണ ഈ വചനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ദേവാലയത്തിൽ ക്രിസ്മസ് സമയത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രമാത്രം ഒരു അനുഭവം പണ്ട് തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ചാട്ടുളി പോലെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലൂടെ ഈ വചനത്തെ കടത്തിവിട്ടു. അങ്ങനെ അന്നു മുതൽ ഞാനും എൻ്റെ ഭർത്താവും ഈ വചനങ്ങൾ വായിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലെയിം ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഉദരത്തിൽ കൈ പിടിച്ചുകൊണ്ട് ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈശോയ്ക്ക് ഞാൻ സ്തുതികൾ കൊടുത്തു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് വീണ്ടും 2 കുഞ്ഞുങ്ങൾ കൂടി ദൈവം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി മൂലമോ മെഡിക്കൽ കണ്ടീഷൻസ് മൂലമോ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിക്കുക. ദൈവവചനം മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ തരാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു ടെസ്റ്റിമണി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുക്കുന്നു. ആമേൻ.